ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളിലോസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്യൂട്ടി ടിപ്സോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്നൊരു നല്ല ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് 5 ദിവസം കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം എനിക്ക് പക്ഷേ രണ്ടാമത്തെ ദിവസം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് നിറവേറ്റുന്ന ഒരു രീതിയാണത്. അപ്പം നമ്മുടെ ഏത് ആഗ്രഹവും പ്രപഞ്ചശക്തിയോട് യൂണിവേഴ്സിനോട് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരിതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലാത്ത ഒരു ആളായിരുന്നു. എന്ന് വെച്ചാൽ ദൈവവിശ്വാസം ശരിക്കുള്ള ഒരാളാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് അധികം അങ്ങനെയുള്ള വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് തന്നെയുമല്ല, ഈ വീഡിയോ ഒക്കെ ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് എന്താ പറയണ ഒട്ടും ഒരു വിശ്വാസം ഉണ്ടായില്ല. പിന്നെ ഞാനിങ്ങനെ അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്താണ് എന്ന് വിചാരിച്ചു. ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. എന്താ പറയണ ആദ്യത്തെ ദിവസം അപ്പോൾ ഒരു 5 ദിവസം ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ഇന്നിപ്പോൾ ഞാൻ ചെയ്തു, നാളെ ആയപ്പോഴേക്കും എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. അതായത് നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അപ്പം 5 ദിവസം ആയില്ലല്ലോ, രണ്ടാമത്തെ ദിവസം തന്നെയല്ലേ നമുക്ക് ആയേക്കുന്നത്. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തില്ല. ഞാൻ പറഞ്ഞു അടുത്ത ദിവസം ഞാൻ ഷെയർ ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി കിട്ടിയിട്ടുള്ളൂ. അത് മുഴുവൻ നടന്നാലേ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു എന്താണ് പറഞ്ഞാലും അത് ഷെയർ ചെയ്യണം. പിന്നെ എന്നോട് എൻ്റെ അറിയുന്ന കുറച്ച് പേര് ഫോൺ ചെയ്ത് പറഞ്ഞു എന്താണെങ്കിലും വീഡിയോയിൽ പിന്നെ എന്താണ് നടന്നതെന്ന് വെച്ചാൽ ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിനും കൂടി വേണ്ടിയാണ് ഞാൻ ഇന്ന് വീഡിയോ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ആഗ്രഹം ശരിക്കും മനസ്സിരുത്തിയിട്ട് പറയുക. നമ്മുടെ പ്രപഞ്ചശക്തിയോട് വേണം നമ്മളിത് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ആ പറഞ്ഞ മെത്തേഡിൽ കൂടി തന്നെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ബിഗ് എമൗണ്ട് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് പോക്ക് തള്ളിയിട്ടേക്കണമായിരുന്നു. മീൻസ് നമുക്കത് കിട്ടുമോ, അത് അവർക്ക് അത് തരാനായിട്ടുള്ള, അതായത് അവർക്ക് അതിൻ്റെ സാമ്പത്തികമില്ല. ഒരു പ്രാവശ്യം നമ്മളോട് മേടിച്ചതാണ്. അപ്പം നമ്മളോട് എന്ത് ചെയ്തിട്ടും അവർ ഓരോ പ്രാവശ്യം അവധി പറഞ്ഞ് പോകും. അപ്പം നമ്മൾ ഞാൻ പൈസ കിട്ടത്തില്ല. അങ്ങനെ ഇരിക്കണ സമയത്താണ് അവിടെ നിന്ന് നമുക്കൊരു മറുപടി വരുന്നത്. അവരുടെ പൈസ റെഡി ആയിട്ടുണ്ട്, നമുക്കിങ്ങനെ പൈസ കിട്ടാൻ പോകണേണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും നാളെ നടക്കാത്ത കാര്യം നമ്മൾ ഈ ഒരു കാര്യം ചെയ്ത് പിറ്റേ ദിവസമാണ് നമുക്ക് മറുപടി കിട്ടുന്നത്. അപ്പം നമുക്കൊരു നല്ലൊരു റിസൾട്ടല്ലേ നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ തന്നെ വേറൊരു 2 കപ്പ് മെത്തേഡ് എന്നും പറഞ്ഞ് ഒരിത് കണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് ഞാൻ വിചാരിച്ചു അന്നത് പരീക്ഷിക്കണമല്ലോ എന്നും വിചാരിച്ച് ഞാൻ അത് ചെയ്തു. അത് ചെയ്യുന്ന ഒറ്റ ദിവസം നമ്മൾ ചെയ്താൽ മതി അത്. അപ്പം ഞാൻ ഒറ്റ ദിവസമേ ചെയ്തുള്ളൂ. അത് നമ്മൾ നല്ല ഇതോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനും എനിക്ക് റിസൾട്ട് കിട്ടി. അതും ഭയങ്കര അതിശയമാണ്. അപ്പം ഇനി നമ്മൾ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി നമുക്കൊന്ന് അറിഞ്ഞാൽ മതി. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്താണ് എനിക്ക് നടന്നതെന്നും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അതിൻ്റെ നമുക്ക് മറുപടി ശരിക്കും നമുക്കതിൻ്റെ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു, ലോ ഓഫ് അട്രാക്ഷൻ്റെ 55x5 ആ ഒരു മെത്തേഡിൻ്റെ ചെയ്തായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് തന്നെ പറഞ്ഞാലോ, ഒരു വിശ്വാസവും എനിക്ക് ഇങ്ങനത്തെ വീഡിയോ കാണുമ്പോൾ ഒന്നും എനിക്ക് ഉണ്ടാവാറില്ല. ഇങ്ങനെയുള്ള എന്നാൽ എനിക്ക് ദൈവവിശ്വാസം നല്ലതായിട്ട് ഉള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തുമാത്രം റിസൾട്ട് കിട്ടും എന്നൊക്കെ നമുക്കൊന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു ഞാൻ ഒരെണ്ണം ശരിക്കും പറഞ്ഞാൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് നമുക്ക് 5 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം ഇത് ചെയ്തു കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം ആയി
കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയണതാണ് ഏറ്റവും വലിയ അതിശയം. അപ്പം ഞാൻ നിങ്ങൾക്ക് അന്ന് രണ്ടാമത്തെ ദിവസമാണ് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ പിന്നെ റിസൾട്ട് കിട്ടി, അതിൻ്റെ ഒരു ഹിൻ്റാണ് എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അന്നേരം എനിക്ക് ഷെയർ ചെയ്യാൻ ഇത് പറ്റിയില്ല. അപ്പോൾ ഒത്തിരി പേര് എന്നെ പരിചയമുള്ളവർ ഫോണൊക്കെ വിളിച്ച് ചോദിച്ചു എന്താണ് അതൊന്ന് വീഡിയോയിൽ കൂടി പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം എനിക്ക് അതിൻ്റെ ഹിൻഡ് കിട്ടി. ഒരു നാലാമത്തെ ദിവസമായപ്പം എനിക്കതിൻ്റെ എല്ലാം റെഡിയായി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരാൾ നമുക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു. അതായത് ഒരു ബിഗ് എമൗണ്ട് ആയിരുന്നു തരാനുണ്ടായിരുന്നത്. അതപ്പം നമ്മൾ ഇങ്ങനെ വലിപ്പിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. എത്ര ചോദിച്ചിട്ടും അതിങ്ങനെ ഓരോരോ തിരക്കും പറഞ്ഞ് പുള്ളി, അപ്പോൾ നമുക്കത് കിട്ടൂലെന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അത് നമുക്ക് റെഡിയായി. പുള്ളി പൈസ തരാമെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൈസ അത് കൈ കിട്ടി. അപ്പോൾ അതിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നാളായിട്ട് അത് നമ്മൾ പോക്ക് തള്ളിയിട്ടയച്ച പൈസയായിരുന്നു, കിട്ടത്തില്ല എന്ന് വിചാരിച്ചു. ഇങ്ങനെ കണ്ടിങ്ങനെ എല്ലാവരും പല കമൻറ്റും ഒക്കെ പറഞ്ഞു ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് റിസൾട്ട് കിട്ടി. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത് തന്നെ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ രണ്ടാം ദിവസമോ ചിലപ്പോൾ മൂന്നാം ദിവസമോ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ അത് എന്താ പറയണം, അതുപോലെ മൈൻഡിൽ നമ്മൾ കരുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇന്ന് പിന്നെ ഞാൻ വേറൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് 2 കപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പം അത് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ആവേശമായിരുന്നു. ദൈവമേ അത് കിട്ടിയല്ലോ. അപ്പം എനിക്ക് വേറൊരു കാര്യവും കൂടി ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പം അത് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അവർ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി. മറ്റേത് നമുക്ക് ഒരു 5 ദിവസം കഴിയുമ്പോഴേ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് 2 കപ്പ് കൊണ്ട് ചെയ്യേണ്ട ഒരു ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഒരെണ്ണത്തിന് റിസൾട്ട് കിട്ടിയതാണല്ലോ, ഒന്നൊന്ന് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഞാനത് ചെയ്ത് നോക്കി. അതിശയം എന്ന് പറയാൻ ഞാൻ വിചാരിച്ച ആ കാര്യം എനിക്ക് അപ്പം അത് നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അത് നമുക്ക് അതിൻ്റെ ഒരു ഇത് ഇങ്ങോട്ട് വരാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ. അവരുടെ മറുപടിക്ക് നമ്മൾ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം അതെന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. ഞാനിപ്പം ആദ്യത്തെ കാര്യം എനിക്ക് എന്തുമാത്രം ശരിയായെന്ന് പറഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കപ്പ് മെത്തേഡാണ്. അപ്പം അതിനു വേണ്ടി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 2 കപ്പാണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല ചില്ല് ഗ്ലാസ് പോലത്തെ 2 എണ്ണം നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 2 കഷ്ണം പേപ്പർ കൊടുക്കുക. ഈ പേപ്പറിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചാണ് നിങ്ങളിതിൽ എഴുതേണ്ടത്. കൈ കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് രണ്ടാമത്തേനും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന 2 കപ്പ് മെത്തേഡ് എന്നും പറഞ്ഞ് ഒരിതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 കപ്പാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടി നമ്മൾ 2 കഷ്ണം പേപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേന. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 2 കപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ, അതായത് പ്രസൻറ്റിൽ ഇപ്പം നമുക്ക് അതായത് ഒരു പൈസ കിട്ടാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുക. ഇപ്പം നമുക്ക് എത്ര പൈസയാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് ഇതിലെഴുതി വെക്കുക. അപ്പം ഇതിൽ നമുക്ക് പൈസ കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഇതിൽ നമ്മൾ കിട്ടിക്കഴിഞ്ഞു എന്നും ഇത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇത് കിട്ടിക്കഴിഞ്ഞു എന്നും പറഞ്ഞ് എഴുതുക. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പം എന്താ പറയുക, ഒരു റിലേഷനൊക്കെ നമ്മൾ തകർന്നിരിക്കുവാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിതിൽ റിലേഷൻ തകർന്ന ഇത് നമ്മളിതിൽ എഴുതണം. എന്നിട്ട് ഇപ്പുറത്തേലോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം എല്ലാം ശരിയായി അങ്ങനെ വേണം ഇത് എഴുതാനായിട്ട്. അപ്പം മനസ്സിലായല്ലോ, 2 പ്രസൻറ്റിലെ കാര്യവും എഴുതുക,
ഇതിലെന്താണ് നമുക്കെന്ന് വെച്ചാൽ അത് എഴുതുക. അപ്പോൾ ഇപ്പോൾ പൈസയുടെ കാര്യമാണെങ്കിൽ നമ്മൾ ഇതിൽ നമുക്ക് ഇത്ര പൈസയാണ് നമുക്കിപ്പം നമുക്ക് കയ്യിലുള്ളൂ. അപ്പം നമ്മൾ ഈ പേപ്പറിൽ നമ്മൾ പ്രസൻറ്റിലെ കാര്യം എഴുതുക. അതായത് നമുക്കിപ്പം ഇത്ര പൈസയേ ഉള്ളൂ, അപ്പോൾ ഇനി നമുക്ക് അത് കൂടുതലായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് അടുത്ത ക്ലാസ്സിൽ എഴുതുക. അപ്പോൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമുക്ക് ഒരു ഫോൺ കോൾ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഒരു ബന്ധു ആരെങ്കിലും നമ്മളോട് മിണ്ടാണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളോട് പ്രസൻറ്റിലെ കാര്യം എഴുതുക. അപ്പുറത്തെ ഇതിലോട്ട് എഴുതുക നമ്മളിപ്പം എന്നോട് കൂട്ടായി എന്നാണെങ്കിൽ അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ നമ്മൾ എഴുതുക എനിക്ക് പൈസ ഇപ്പം ഇത്രയേ ഉള്ളൂ, ഇനി ഇത്രയും കിട്ടാനുണ്ട്. അപ്പം അങ്ങനെ വേണം എഴുതാനായിട്ട്. അപ്പം ഇതിൽ ഞാൻ പ്രസൻറ്റിലെ കാര്യം എഴുതുന്നുണ്ട്. ഈ പേപ്പറിൽ നമുക്ക് അങ്ങനെ എഴുതിയിട്ട് ഈ ഗ്ലാസിൻ്റെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം. രണ്ട് കാര്യവും പറഞ്ഞ് ഒട്ടിച്ചു വെക്കണം. അപ്പം ഇതിൽ ഞാനിപ്പോൾ പശ തേച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ രണ്ട് ഗ്ലാസ്സിലും ഇങ്ങനെ ഒട്ടിക്കുക. അപ്പം ഇനി കൂടുതലായിട്ട് പറയണ്ടല്ലോ. ഇപ്പം നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, അപ്പം ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ. അപ്പം അത് നമുക്ക് പോസിറ്റീവായിട്ട് എഴുതണം. കിട്ടിയെന്ന് എപ്പോഴും എഴുതാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഇത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇതിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് അത് നമുക്ക് കിട്ടി എന്നാണ് പറഞ്ഞ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കിതുപോലെ രണ്ട് ഗ്ലാസ് നമുക്ക് എടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ. അപ്പം ഞാൻ ഇതിലൊരു കാര്യം എഴുതിയിട്ടുണ്ട്. അതിപ്പം ഞാൻ പേഴ്സണലാണ്, ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചില്ല. അപ്പം എന്നിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസൻറ്റിൽ ഉള്ള കാര്യം, അതായത് ഇപ്പോഴത്തെ നമ്മുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ വെള്ളം, ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം, അതായത് ഈ ഗ്ലാസ് നിറയണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കേണ്ട വെള്ളമാണിത്. അപ്പോൾ അതുകൊണ്ട് വലിയ ഗ്ലാസ് ഒന്നും എടുത്തേക്കരുത്, നമുക്ക് കുടിക്കാൻ പറ്റണം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഇതിലോട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അധികം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പം ഞാനിത് കറക്റ്റ് ഇതിലൊരു 3/4 ഗ്ലാസ് വന്ന രീതിയിലൊക്കെയാണ് ഞാനത് ഒഴിച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഈ 2 ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇപ്പം നമ്മുടെ പ്രസൻറ്റിലെ കാര്യം നമുക്ക് ഈ ഗ്ലാസ്സിലാണ് നമ്മൾ എഴുതി വച്ചേക്കണം. ഇതാണ് നമുക്ക് നടക്കേണ്ട കാര്യം. അപ്പം ഇത് നമുക്ക് കിട്ടി എന്നും പറഞ്ഞാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പം ഈ പ്രസൻറ്റിലെ ആ കാര്യത്തിൽ നമ്മൾ ഈ ഇത്രയും വെള്ളം ഒഴിച്ചു വച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിനെ നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് ഒരു 2 മിനിറ്റ് നമ്മളിത് പ്രാർത്ഥിക്കുക. അതായത് എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയും ഉള്ളൂ എന്നാണെങ്കിൽ അത് പ്രാർത്ഥിക്കുക. അതല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ആകെ ഞങ്ങളുടെ ബന്ധമെല്ലാം, അതായത് എൻ്റെ ഒരു കസിനാണെങ്കിൽ അങ്ങനെ എല്ലാം ഇങ്ങനെ ഇതായിട്ട് ഇരിക്കുവാണ് എന്നും പറഞ്ഞ് ഇതിൽ നമ്മൾ അങ്ങനെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. അതല്ലെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും പൈസയേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഇവിടെ നിന്ന് വേണം നമ്മുടെ ആ ഒരു ഇതിലോട്ട് ഇതാവാൻ വേണ്ടി. അപ്പം അതായത് നല്ല കെയറിങ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ചെയ്താണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു 2 മിനിറ്റ് പ്രാർത്ഥിക്കുക. ഇപ്പം നമുക്ക് വീഡിയോ ലെങ്ത് അവിടെ നമുക്ക് 2 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ എന്താ നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിൽ കരുതിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒഴിക്കാനായിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തോട്ടം ഉണ്ടാവുമല്ലോ എന്താണ് പറയേണ്ടതെന്ന്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിച്ചേച്ച് ഇപ്പം നമുക്ക് പൈസയാണ് നമ്മൾ ഉദ്ദേശിക്കണ പൈസയാണെങ്കിൽ ഇങ്ങനെ നോക്കി ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, എനിക്ക് ആ പൈസ കിട്ടി എന്ന് നമ്മൾ. അപ്പോൾ പൈസ കിട്ടിയെന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പം നമുക്ക് ആ ഫീലിംഗ് വരണം. അല്ലാണ്ട് വെറുതെ പൈസ കിട്ടി എന്നും പറഞ്ഞല്ല, നമുക്ക് അപ്പം ആ ഒരു ഇമോഷൻ, അതായത്
ഇപ്പം പൈസ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ആ സന്തോഷമില്ലേ, അത് നമുക്ക് ശരിക്കും വരണം. അപ്പം അതാണ് ഞാൻ പറയണത്, ഇമോഷൻ വരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫീലിംഗ് ശരിക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കിപ്പം ഇപ്പോൾ ജോലി കിട്ടാനാണെങ്കിൽ തന്നെ എന്താണെങ്കിലും ശരി, നമുക്ക് ആ കിട്ടിയ ഫീലിംഗ് നമുക്ക് ആ ഉള്ളിൽ അനുഭവിച്ചറിയണം. അപ്പം അതിന് നമ്മളിങ്ങനെ 2 മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വെച്ച് 2 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം നമ്മൾ മുഴുവനായിട്ട് കുടിക്കണം ഇങ്ങനെ. അപ്പം നമ്മുടെ പ്രപഞ്ചശക്തിയോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ 2 കപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ചിലവർക്ക് ഇപ്പം ഒരു പ്രാവശ്യം ഇത് നമ്മൾ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ ഇതവർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നല്ല എന്താ പറയുക, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. അത് നമ്മൾ അതുപോലെ പ്രാർത്ഥിച്ചു ഒക്കെ കഴിഞ്ഞാൽ മിക്കവർക്കും ഞാൻ നോക്കിയിട്ട് എല്ലാവർക്കും കമൻറ്റിലൊക്കെ പറഞ്ഞേക്കുന്നവർ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് അത് കണ്ടേച്ചാണ് നമ്മളിത്. അപ്പം നമ്മൾ അതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റും. പ്രപഞ്ചശക്തിയിലോട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പം എല്ലാവർക്കും അതിനുള്ള പിന്നെന്താ പറയണത്, പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം ഞാൻ പിന്നെ ആദ്യത്തെ ഇതിലാണ് ഞാൻ എൻ്റെ റിസൾട്ട് കിട്ടിയത് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 2 കപ്പ് മെത്തേഡിലും എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ അത് നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് 2 ദിവസം കൂടി കഴിയും. അപ്പോൾ നേരത്തെ ഷെയർ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ വിവരവും നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്